തലവേദനയാണ് ഗൈസ്, തലവേദന. മൈഗ്രെയിൻ ഉണ്ട്, ഒരു രക്ഷയില്ല. കുറേ മരുന്ന് കഴിച്ചു, കുറേ ഡോക്ടർമാരെ കണ്ടു, കുറേ പേരൊക്കെ സെയിം മരുന്ന് തന്നെ തരും. പിന്നെ ഞാൻ ലാസ്റ്റ് ഹോമിയോ കാണിച്ചു, പക്ഷെ ഒരു മാറ്റമില്ല. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ്, ഇവിടുത്തെ ഈ ഒരു തലേൻ്റെ ഭാഗവും ഈ കണ്ണ് മൊത്തത്തിൽ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ മൈഗ്രെയിൻ കാരണം കുറേ പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ. പിന്നെ എനിക്ക് വന്നതൊരു ഡിഗ്രി 3rd ഇയറിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് തലവേദന വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അത് നോർമലായിട്ടുള്ളതാണ്. പക്ഷെ പിന്നെ എനിക്ക് എല്ലാ ആഴ്ചയും ഭയങ്കര തലവേദന കാര്യങ്ങളാണ്. എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം തലേദിവസം അറിയാൻ പറ്റും. തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തലേദിവസം അറിയാൻ പറ്റും നാളെ എനിക്ക് തലവേദന ആയിരിക്കും എന്ന്. അപ്പം പിന്നെ പകുതി മൈൻഡൊക്കെ എന്താ പോലെയാവും. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ഇവൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല തലവേദന വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇപ്പൊക്കെ കുറച്ചൊക്കെ യൂസ്ഡായി, ഇതിൽ തലവേദന വന്നു കഴിഞ്ഞാൽ യൂസ്ഡായി. പിന്നെ ഇപ്പം ഞാൻ മരുന്ന് കഴിക്കലില്ല. അല്ലാണ്ട് ഭയങ്കര തലവേദന ഉണ്ട്, എവിടേക്കെങ്കിലും പോകുമ്പോൾ തലവേദന ഉണ്ടെങ്കിൽ എന്തെങ്കിലും തലവേദനയുടെ ടാബ്ലറ്റ് എടുത്തേക്കും. അത് കഴിക്കാൻ പാടില്ല, തെറ്റാണ്. നമ്മൾ തലവേദന വരുമ്പോൾ തന്നെ ഒരു ടാബ്ലറ്റ് എടുത്തേക്കും, അത് ശരിയല്ല. അപ്പോൾ ഈ തലവേദന മാറാനായിട്ട് എന്തെങ്കിലും ഒരു മരുന്നോ വഴിയോ അല്ലെങ്കിൽ വല്ല ഹോം റെമഡീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ആരെങ്കിലും. തലവേദന ഉള്ളവർ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടും മാറുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. ഇനി ആയുർവേദം ഒന്ന് കാണിച്ച് നോക്കുന്നുണ്ട്, മാറാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഹോമിയോ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, എല്ലാം കഴിച്ചു, ഒരു കുറവില്ല. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം തലവേദന ഉറപ്പാണ്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർ പറയണം, എന്തെങ്കിലും മരുന്ന് കഴിച്ച് മാറിയവരുണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും